ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റിലെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എന്നുള്ള ഭാഗമാണ്. ആ പാഠത്തിലെ യൂണിറ്റ് 1ലെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത്. ലാസ്റ്റത്തെ പോർഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം സൈസ് എൻ്റർപ്രൈസസ്, MSME എന്നുള്ള ചില പേരിൽ നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി അവർ ലാസ്റ്റ് വീഡിയോ ഓഫ് ദിസ് യൂണിറ്റ്. Micro, small and medium size enterprises. The Ministry of Micro, Small and Medium Enterprise is the apex body for the formulation and administration of rules, regulations and laws relating to micro, small and medium enterprises in India. അതായത് MSME മന്ത്രാലയമാണ് ഇന്ത്യയിലുള്ള ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കുള്ള നിയമങ്ങളും നിബന്ധനകളും രൂപപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പ്രധാന സ്ഥാപനം. ഇന്ത്യയിലുള്ള ചെറുകിട ഇടത്തരമായിട്ടുള്ള ഓർഗനൈസേഷൻസൊക്കെ ഉണ്ടല്ലോ, അപ്പം അവർ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് അവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഫോം ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന പവറിംഗ് അതോറിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് MSME മന്ത്രാലയം എന്ന് പറയുന്നത്, മിനിസ്ട്രി ഓഫ് MSME എന്ന് പറയുന്നത്. The sector provides a wide range of services and is engaged in the manufacturing of over 6,000 products ranging from traditional to high-tech items. ഈ MSME എന്ന് പറയുന്ന ഈ ഒരു സെക്ടർ 6,000-ലധികം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ തൊട്ട് ഹൈടെക് ഉൽപ്പന്നങ്ങൾ വരെയാണ് ഈ MSME ഓർഗനൈസേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. MSME മാനുഫാക്ചറിങ് സെക്ടറിലും പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സർവീസ് സെക്ടറിലും പ്രവർത്തിക്കുന്നുണ്ട്. MSME sized enterprises in both the manufacturing and service sector can obtain MSME registration or SSI registration under the MSMED Act. അതായത് MSME സൈസ്ഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസസ് ഉണ്ടല്ലോ, അവ മാനുഫാക്ചറിങ് സെക്ടറിൽ പ്രവർത്തിക്കുന്നവയായിക്കോട്ടെ സർവീസ് സെക്ടറിൽ പ്രവർത്തിക്കുന്നവയായിക്കോട്ടെ, അവയ്ക്ക് MSMED ആക്ട് പ്രകാരം MSME രജിസ്ട്രേഷൻ അല്ലെങ്കിൽ SSI രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. MSME രജിസ്ട്രേഷൻ പ്രൊവൈഡ്സ് എ വെറൈറ്റി ഓഫ് ബെനിഫിറ്റ്സ് സച്ച് ആസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് വുഡ് ബി വെരി ലെസ്, ടാക്സ് സബ്സിഡീസ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡീസ് ആൻഡ് അതർ സപ്പോർട്ട് ഫ്രം ദ ഗവൺമെൻറ് സെക്ടർ. ഇപ്പോൾ MSME രജിസ്ട്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടും. അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. ലോണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് കുറവായിരിക്കും. സബ്സിഡി കിട്ടും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും അതിന് നമുക്ക് സബ്സിഡി കിട്ടും. അതുകൂടാതെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് അഡീഷണൽ സഹായങ്ങളും ഈ MSME രജിസ്ട്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. Micro, Small and Medium Enterprises Development Act 2006 defines micro, small and medium enterprises based on the investment. അതായത് MSMED ആക്ട് 2006 പ്രകാരം MSMEനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിസിലാണ് MSMEനെ ഡിഫൈൻ ചെയ്യുന്നത്. MSMED ആക്ട് 2006 പ്രകാരം MSMEനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. The investment in plant and machinery for those engaged in manufacturing or production, processing or preservation of goods. അതായത് ഇപ്പോൾ സാധനങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും പ്രോസസ്സ് ചെയ്ത് അതിനെ പ്രിസർവേഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേനും അതിനൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി എക്വിപ്മെൻ്റ് ഒക്കെയാണ് വേണ്ടതല്ലേ. അപ്പം അതിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് MSMEസും. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്വിപ്മെൻറ്റ് ഫോർ എൻ്റർപ്രൈസസ് എൻഗേജ്ഡ് ഇൻ പ്രൊവൈഡിങ് ഓർ റെൻഡറിങ് ഓർ സർവീസസ്. സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്വിപ്മെൻ്റ് ഉണ്ടല്ലോ, അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിസിലാണ് MSMEനെ MSMED ആക്ട് 2006 ബേസിസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്.
നമുക്ക് അതിനെ പറ്റിയിട്ട് കുറച്ച് ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ബോക്സിൽ പറയുന്നത് നേച്ചർ ഓഫ് ദി ആക്ടിവിറ്റി ഓഫ് ദി എൻ്റർപ്രൈസ്. അതായത് ഈ എൻ്റർപ്രൈസ് മൈക്രോ ആണോ സ്മോൾ ആണോ മീഡിയം ആണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അതായത് പ്ലാന്റിലും മെഷീനറിയിലും അതായത് ഈ മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യുന്ന എൻ്റർപ്രൈസസ് ഉണ്ടല്ലോ, അവിടെ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടെ നമ്മൾ ലാൻഡും ബിൽഡിങ്ങും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കും. അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻ്റർപ്രൈസ് ഉണ്ടല്ലോ, അവിടെ അവർ എക്വിപ്മെൻറ്റിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നോക്കുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിങ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ മൈക്രോ ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ് ടു 25 lakh വരെ ആയിരിക്കണം. മാനുഫാക്ചർ ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസ് ആണെങ്കിൽ അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 25 lakh വരെ ആയിരിക്കണം. അങ്ങനെയുള്ള എൻ്റർപ്രൈസസ് മൈക്രോ എന്നുള്ള കാറ്റഗറിയിൽ പെടും. അതേസമയം സർവീസ് സെക്ടറിലേക്ക് വരുമ്പോഴത്തേനും എക്വിപ്മെൻറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് അപ് ടു 10 lakh വരെ ആണെന്നുണ്ടെങ്കിൽ ആ എൻ്റർപ്രൈസ് മൈക്രോ എന്നുള്ള കാറ്റഗറിയിൽ വരും. ഇനിയും സ്മോൾ എൻ്റർപ്രൈസ്, അതിൻ്റെ ബേസിസ് ലിമിറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. പ്ലാന്റിലുള്ള മെഷീനറിയിൽ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ അവർക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 25 lakhൻ്റെ 5 crore ഇടയ്ക്കായിരിക്കണം. അങ്ങനെയുള്ള മാനുഫാക്ചറിങ് എൻ്റർപ്രൈസിനെ നമുക്ക് സ്മോൾ എൻ്റർപ്രൈസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതേസമയം സർവീസ് സെക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ എക്വിപ്മെൻറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും 10 lakhനും 2 crore ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ ഇനി മീഡിയം ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്ന എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ അവർക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 5 crore-നും 10 crore-നും ഇടയിലായിരിക്കാം. ഇപ്പോൾ സർവീസ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ എക്വിപ്മെൻറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 crore-നും 5 crore-നും ഇടയിലായിരിക്കണം. അങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻ്റർപ്രൈസസ് എക്വിപ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലിമിറ്റിനിടയിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മീഡിയം എൻ്റർപ്രൈസസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താനായിട്ട് പറ്റും. അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് രജിസ്ട്രേഷൻ ആസ് MSME ഓർ ഉദ്യോഗ് ആധാർ. ഇനി നമ്മൾ MSMEയിൽ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ടു പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ small and medium enterprises, the Government of India gives various concessions and extends financial assistance exclusively to the units or enterprises which qualify to be a micro, small or medium enterprises. അതായത് MSMEയുടെ ഒക്കെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പലതരത്തിലുള്ള കൺസെഷൻസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഈ മൈക്രോ സ്മോൾ ഓർ മീഡിയം എൻ്റർപ്രൈസസിൻ്റെ താഴെ ഉള്ള യൂണിറ്റ്സിനും എൻ്റർപ്രൈസസിനും കൊടുക്കുന്നുണ്ട്. അണ്ടർ MSME all kinds of enterprises can obtain registration. Like manufacturers, the service providers are also eligible for MSME benefits. അതായത് എല്ലാ MSME എൻ്റർപ്രൈസസിനും രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റും. മാനുഫാക്ചർ ചെയ്യുന്ന MSMEക്കായാലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന MSMEക്കായാലും അവർക്കും MSME ബെനിഫിറ്റ്സിന് എലിജിബിലിറ്റി കിട്ടും. ഹെൻസ് ദേ ആർ ഓൾസോ റിക്വയർഡ് ടു ഗെറ്റ് ഉദ്യോഗ് ആധാർ രജിസ്ട്രേഷൻ. അതുപോലെ തന്നെ അവർ ഉദ്യോഗ് ആധാർ രജിസ്ട്രേഷനും കൂടി എടുക്കേണ്ടതായിട്ട് ഉണ്ട്. ദ MSME രജിസ്ട്രേഷൻ ഈസ് നോൺ സ്റ്റാറ്റ്യൂട്ടറി. MSME രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഹൗഎവർ ദ MSME രജിസ്ട്രേഷൻ പ്രോസസ് ഇൻ ഇന്ത്യ ഹാസ് ബീൻ കൺസെപ്ച്വലൈസ്ഡ് ടു പ്രൊവൈഡ് മാക്സിമം ബെനിഫിറ്റ്സ് ടു ഓൾ ടൈപ്സ് ഓഫ് എൻ്റർപ്രൈസസ്. പക്ഷേ നമ്മൾ MSME രജിസ്ട്രേഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ടൈപ്പ് ഓഫ് എൻ്റർപ്രൈസസിന് കിട്ടും. ആഫ്റ്റർ രജിസ്ട്രേഷൻ എനി എൻ്റർപ്രൈസ് ബിക്കംസ് ക്വാളിഫൈഡ് ടു റീപ്പ് ദ ബെനിഫിറ്റ്സ് ഓഫർഡ് അണ്ടർ ദ MSMED ആക്ട്. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ MSMED ആക്ട് പ്രകാരം ഈ MSME എൻ്റർപ്രൈസസിന് അവരുടേതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും കിട്ടും. അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ അവർക്ക് കിട്ടും. MSMED ആക്ട് പ്രകാരം അവർ രജിസ്ട്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ.
അവർക്ക് കിട്ടുന്ന ചില ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈസി അവൈലബിലിറ്റി ഓഫ് ലോൺ. അവരിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ലോൺ കിട്ടും. ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് പ്രയോറിറ്റി. ഇപ്പം ഗവൺമെൻറ് ഇപ്പോൾ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രത്യേക തരമായിട്ടുള്ള ഒരു പ്രയോറിറ്റി അവർക്ക് കിട്ടും. ലോ ഇൻട്രസ്റ്റ് ഓവർ ഡ്രാഫ്റ്റ്. ഇപ്പം ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേനും അതിന് മേൽ ഇവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. കൺസെഷണൽ ഇലക്ട്രിസിറ്റി ചാർജസിലൊക്കെ ഇവർക്ക് നല്ലൊരു സബ്സിഡി ഉണ്ടായിരിക്കും. റിബേറ്റ് ഇൻ ടാക്സിലൊക്കെ അവർക്ക് കുറച്ച് റിലീഫ് കിട്ടും. 50% ഡിസ്കൗണ്ട് ഓൺ IP പ്രൊട്ടക്ഷൻ. IP പ്രൊട്ടക്ഷനിൽ അവർക്ക് 50% ഡിസ്കൗണ്ട് കിട്ടും. അടുത്തത് MSME കൺസിലിയേഷൻ സെൻറ്റർ, അതായത് തർക്കപരിഹാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവർക്ക് കിട്ടുന്നതായിരിക്കും. MSMEയിൽ ഉള്ള കൺസിലിയേഷൻ സെൻറ്ററൊക്കെ ഇവർക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് MSME രജിസ്ട്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ MSME എൻ്റർപ്രൈസസിന് കിട്ടുന്നത്. ബാങ്കിങ് ലോസ്, എക്സൈസ് ലോ ആൻഡ് ഡയറക്റ്റ് ടാക്സസ് ലോ ഹാവ് ഇൻകോർപ്പറേറ്റഡ് ദ വേർഡ് MSME ഇൻ ദിയർ എസംഷൻ നോട്ടിഫിക്കേഷൻസ്. ഈ ബാങ്കോ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡയറക്റ്റ് ടാക്സിലെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇതുപോലെ ഓരോ നോട്ടിഫിക്കേഷൻസും പുറപ്പെടുവിക്കുമ്പോഴത്തേനും അതിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ MSME എന്ന് പറയുന്ന വേർഡ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ therefore the registration certificate issued by the registering authority is seen as proof of being MSME and is required to avail the benefits sanctioned for MSMEs. അപ്പം ഈ MSME ആക്ട് പ്രകാരം അവർ രജിസ്ട്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒരു പ്രൂഫാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ഇവരുടെ പേര് എക്സംപ്റ്റഡ് ആയിട്ടുണ്ടോ നോട്ടിഫിക്കേഷൻസിൽ അവിടെയെല്ലാം അവർക്ക് ഈ ഒരു ബെനിഫിറ്റ്സ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ വേണമെന്ന് പറയുന്നത്. അത് കമ്പൽസറി ഒന്നുമല്ല, വോളണ്ടറിയാണ്. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് MSMEക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ യൂണിറ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഞാനത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.